രാഹുൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്തരത്തിലൊരു ആരോപണം വന്നാൽ അതിൽ കേസിൽ വന്നാൽ ഉടനെ പിടിച്ച് ജയിലിലടക്കിയല്ലോ ഇവിടുത്തെ ജുഡീഷ്യറി. രാഹുൽ മാങ്കുളത്തിൽ ഒരു പെൺകുട്ടിയെ കൊല്ലാൻ ശ്രമിച്ചു എന്ന്, പിന്നെ അശാസ്ത്രീയമായിട്ട് ഒരു കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു, അല്ലെങ്കിൽ അശാസ്ത്രീയമായിട്ട് ഒരു കുഞ്ഞിനെ കൊന്നു എന്നാണ് ഇവർ പറയുന്നത്. ഈ ആശുപത്രിയിൽ ഗർഭചിത്രം നടത്തി കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് അല്ലാത്ത രീതിയിലുള്ള, അതായത് അശാസ്ത്രീയമായിട്ടുള്ള ഗർഭചിത്രമാവും? ഓൺലൈൻ മാധ്യമങ്ങളൊന്നും അല്ല, ഇവിടുത്തെ പ്രമുഖരായിട്ടുള്ള എല്ലാ മാധ്യമങ്ങളും, എല്ലാ ചാനലുകാരും അടിച്ചിറക്കിയ വാർത്തയാണിത്. ഒരു പെൺകുട്ടിയെ പ്രണയിച്ചു, ഒരു പെൺകുട്ടിയെന്ന് മാത്രമല്ല, ഭാഷ ആദ്യം പറഞ്ഞതിൽ ഒരു പീഡന കേസ് മാത്രമല്ല, ഒരുപാട് പീഡന കേസുകൾ പുറത്തു വരാനുണ്ട്. പറഞ്ഞ തെളിവുകൾ എന്ന് പറഞ്ഞത് ഏതിനെയാണ്? മാധ്യമ ചാനൽ സൃഷ്ടിച്ചൊരു സാധനമാണ് അതെങ്കിലോ? അത് ഒറ്റ നടത്തുന്ന ന്യായീകരണം മാത്രമല്ലേ. ഇപ്പം ക്രൈംബ്രാഞ്ച് വേണമെങ്കിൽ സംരക്ഷണം നടത്തുന്നു എന്ന് പറഞ്ഞ് ഒരുപാട് ഓൺലൈൻ ചാനലുകൾ വാർത്ത കൊടുക്കുന്നു. ഒരു കാലഘട്ടത്തിൽ രാഹുൽ, ഷാഫി, വി ഡി സതീശൻ കത്തി കയറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. നമുക്ക് ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം, വി ഡി സതീശന്റെ ബോഡി ലാംഗ്വേജും വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവരുടെ തൊണ്ട ഉൾപ്പെടെ ഇടറുന്ന സാഹചര്യം. രാഹുൽ മാങ്കൂട്ടം വന്ന് കോൺഗ്രസിനകത്തൊരു ബോംബിട്ടു. രാഷ്ട്രീയ കേരളത്തിലേറെ വിവാദങ്ങൾ സൃഷ്ടിച്ച, അല്ലെങ്കിൽ രാഷ്ട്രീയ കേരളം ഒട്ടാകെ തന്നെ ഉറ്റുനോക്കിയ ഒരു പീഡന പരാതിയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ യഥാർത്ഥ വശം അന്വേഷിച്ചു പോയാൽ ഇതുവരെ തെളിവുകളോ സാക്ഷികളോ പ്രത്യേകിച്ച് പരാതികളോ ഒന്നുമില്ലെങ്കിൽ പോലും ഇന്നും പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഈ ഒരു വിഷയത്തെക്കുറിച്ച് രാഹുലിന് എന്താണ് പറയാനുള്ളത്? നമ്മൾ ഈ വിഷയം നോക്കിക്കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിലവിലൊരു പരാതിയുമില്ല. ഉള്ള പരാതികൾ എന്താണ്? തേർഡ് പാർട്ടി പരാതികളാണ്. ഇപ്പം ഒരു പെൺകുട്ടിയെ മറ്റൊരു പുരുഷൻ പീഡിപ്പിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞ് ഞാനിപ്പോൾ ഒരു പരാതി കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് പോലീസ് എടുക്കുന്നത്? അത്തരത്തിലുള്ള പരാതികൾ മാത്രമേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉള്ളൂ. പ്രമുഖ മാധ്യമങ്ങളെല്ലാം രാഹുൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്തരത്തിലൊരു ആരോപണം വന്നാൽ അതിൽ കേസിൽ വന്നാൽ ഉടനെ പിടിച്ച് ജയിലിലടക്കിയല്ലോ ഇവിടുത്തെ ജുഡീഷ്യറി. അദ്ദേഹത്തിനെതിരെ കൊടുത്തിട്ടുള്ള കേസുകൾ എന്തൊക്കെയാണ്? ഒരു പെൺകുട്ടിയെ പ്രണയിച്ചു, അവർ ശാരീരികമായി ബന്ധപ്പെട്ട് അവർക്ക് കുച്ചു ജനിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ അവർക്ക് ഗർഭചിത്രം നടത്താനായിട്ട് പ്രേരിപ്പിച്ചു. അത് അശാസ്ത്രീയമായ രീതിയിൽ ഏതോ ഡോക്ടർ എഴുതി കൊടുത്ത കുറിപ്പടി ടെലഗ്രാമിലൂടെ അയച്ചു കൊടുത്തു. അത് രാഹുലിന്റെ ബുദ്ധി മനസ്സിലാക്കണം. അതായത് IP പ്രോട്ടോകോൾ ട്രാക്ക് ചെയ്യാൻ പറ്റാത്ത ടെലഗ്രാം പോലുള്ള ഒരു തേർഡ് പാർട്ടി ആപ്പ് ഉപയോഗിച്ച് അത്രയും കൂർമ്മ ബുദ്ധിയുള്ള ഒരാളാണ്. കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവ് ചാനൽ ചർച്ചകളും പൊതുവേദികളിൽ ഉൾപ്പെടെ സ്ത്രീ വിഷയങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തൻ്റെതായ നിലപാട് ഉയർത്തിക്കാട്ടുന്ന രാഹുൽ മാങ്കൂട്ടം ഒരു സ്ത്രീയെ കൊല്ലാൻ ശ്രമിച്ചു, അതും പ്രണയിച്ചിരുന്ന ഒരു പെൺകുട്ടിയെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് ക്രൈംബ്രാഞ്ച് സ്വമേധയാ കേസെടുത്തിട്ടില്ലേ? അല്ല, സ്വമേധയാ കേസൊന്നും എടുത്തിട്ടില്ല. കേസ് എവിടെയാണ് കൊടുത്തിട്ടുള്ളത്? ആ വാർത്ത കണ്ടിട്ട് കൊടുത്തിട്ടുള്ള കേസുകൾ മാത്രമേ ഉള്ളൂ. ഇപ്പൊ മുഖ്യമന്ത്രി വരെ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പെൺകുട്ടിയെ കൊല്ലാൻ ശ്രമിച്ചു എന്ന്, പിന്നെ അശാസ്ത്രീയമായിട്ട് ഒരു കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു, അല്ലെങ്കിൽ അശാസ്ത്രീയമായിട്ട് ഒരു കുഞ്ഞിനെ കൊന്നു എന്നാണ് ഇവർ പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ബാംഗ്ലൂർ ആശുപത്രിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു സുഹൃത്ത്, ബിസിനസ്സുകാരനായിട്ടൊരു സുഹൃത്ത് മരുന്ന് കൊണ്ട് കൊടുത്തു എന്നല്ലേ പറയുന്നത്? ഈ ആശുപത്രിയിൽ ഗർഭചിത്രം നടത്തി കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് അല്ലാത്ത രീതിയിലുള്ള, അതായത് അശാസ്ത്രീയമായിട്ടുള്ള ഗർഭചിത്രമാവുന്നത്? ബാംഗ്ലൂർ അശാസ്ത്രീയമായ രീതിയിൽ ഇപ്പോൾ രജിസ്റ്റേർഡ് അല്ലാത്ത ഒരു ആശുപത്രിയിൽ കൊണ്ടുവന്ന് ഗർഭചിത്രം നടത്തി കഴിഞ്ഞാൽ അതിന്റെ ഭാഗമായി പോലീസ് അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന്റെ ഭാഗമായി തെളിവുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. വഴിമുട്ടി നിൽക്കുകയാണെന്ന് പറഞ്ഞ് ഇന്നത്തെ രാവിലത്തെ കേവലം മാധ്യമ സൃഷ്ടിയല്ലേ? അതൊക്കെ നിങ്ങൾ അത് ഓൺലൈൻ മാധ്യമങ്ങളൊന്നും അല്ല, ഇവിടുത്തെ പ്രമുഖരായിട്ടുള്ള എല്ലാ മാധ്യമങ്ങളും, എല്ലാ ചാനലുകാരും അടിച്ചിറക്കിയ വാർത്തയാണിത്. ഇത് ഞാൻ പറയുന്ന വാർത്തയല്ല. ക്രൈംബ്രാഞ്ചിന് വഴിമുട്ടി നിൽക്കുക. അതെ, വഴിമുട്ടി നിൽക്കുകയാണെന്ന്. അന്വേഷണം അതിൽ നടന്നുകൊണ്ടിരിക്കുക. കൃത്യമായിട്ടുള്ള അന്വേഷണം എവിടെയാണ് നടക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു പെൺകുട്ടിക്ക് പരാതി ഉണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വനിതാ പോലീസ് 3 തവണ ആ പെൺകുട്ടിയുടെ അടുത്ത് പോയി സംസാരിച്ചു. എന്നിട്ട് എന്തെങ്കിലും ആ പെൺകുട്ടി എന്തുകൊണ്ടാണ് പരാതി കൊടുക്കുന്നത്? പിന്നീട് പറയുന്നത് ഒരു പെൺകുട്ടിയെ പ്രണയിച്ചു, ഒരു പെൺകുട്ടിയെന്ന് മാത്രമല്ല, ഭാഷ ആദ്യം പറഞ്ഞതിൽ ഒരു പീഡന കേസ് മാത്രമല്ല, ഒരുപാട് പീഡന കേസുകൾ പുറത്തു വരാനുണ്ട്. കേരളത്തിൽ പുറത്തു വരാനുണ്ട് എന്ന് സൈബർ ഹാൻഡിലുകൾ പറയുന്ന, അല്ലാതെ അത് മാത്രമല്ല പുറത്തു വരാനുണ്ടെന്ന് സൈബർ ഹാൻഡിൽ എത്ര തെളിവുകൾ ഇവിടുത്തെ തെളിവുകൾ ഏതാണ്? ഈ ചേട്ടൻ പറഞ്ഞ തെളിവുകൾ എന്ന് പറഞ്ഞത് ഏതിനെയാണ്? അതായത് മുഖ്യധാര മാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന വോയിസ് സംഭാഷണങ്ങൾ. അതിനെ നിങ്ങൾ എല്ലാവരും തന്നെ വോയിസ് സംഭാഷണം തേർഡ് പാർട്ടിയാണ്. ഒരു മാധ്യമ ചാനൽ സൃഷ്ടിച്ചൊരു സാധനമാണ് അതെങ്കിലോ? അത് ഒറ്റ നടത്തുന്ന ന്യായീകരണം മാത്രമല്ലേ? കോടതിയിൽ ഇത് വാലിഡാണ്. കോടതിയിൽ ഡിജിറ്റൽ എവിഡൻസ് തേർഡ് പാർട്ടി എലമെന്റായി സ്വീകരിക്കും. ഇപ്പോൾ അതിനുള്ള സാഹചര്യമുണ്ട്. കോടതി പരിഗണിക്കില്ല എന്ന് ആരാണ് പറഞ്ഞത്? എന്നിട്ട് കോൺഗ്രസ്സുകാർ നടത്തുന്ന ന്യായീകരണം മാത്രമാണ്. എന്തിനാണ് ഇങ്ങനെ സംരക്ഷണം നടക്കുന്നത്? ആദ്യഘട്ടത്തിൽ തന്നെ ആലോചിക്കുക. ഇപ്പൊ സംരക്ഷണം നടത്തുന്നത് കോൺഗ്രസ് അല്ല, ഇപ്പം ക്രൈംബ്രാഞ്ച് വേണമെങ്കിൽ സംരക്ഷണം നടത്തുന്നു എന്ന് പറഞ്ഞ് ഒരുപാട് ഓൺലൈൻ ചാനലുകൾ വാർത്ത കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അത് ഈ വാദപക്ഷത്തിനെയും അല്ലെങ്കിൽ കോൺഗ്രസിനെയും ഇതിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ്? 2026 എങ്ങനെയെങ്കിലും മുഖം നഷ്ടപ്പെട്ടിരിക്കുന്ന UDFന് അധികാരത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഗിമിക്കുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ് പറഞ്ഞത്? ഇതിനുവേണ്ടി കരുവുകൾ കൂട്ടിക്കൊണ്ടിരുന്ന VD സതീശന്റെ കയ്യിൽ നിന്നും കാര്യങ്ങൾ നഷ്ടമായിരിക്കുന്നു. 2026 ഭരണം പിടിച്ചില്ലെങ്കിൽ കേരളത്തിൽ കോൺഗ്രസിന് ഇനി ഒരു നിലനിൽപ്പില്ല. BJPക്ക് ഇവിടെയൊക്കെ ഒരു കടന്നുവരവാണ്. അത്തരം ഒരു സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടം
രാഹുൽ മാങ്കൂട്ടത്തെ വളർത്തിക്കൊണ്ടുവന്ന ആരാണ്? റീൽസും വേണ്ട എന്ന് പറഞ്ഞത് കൊണ്ട് അതിനെ സംരക്ഷിച്ചു നിർത്തിയത് ആരാണ്? വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവരാണ്, നമ്മൾ ഉൾപ്പെടെ കണ്ടതാണ്. അതായത് ഒരു കാലഘട്ടത്തിൽ രാഹുൽ, ഷാഫി, വി ഡി സതീശൻ കത്തി കയറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. നമുക്ക് ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം, വി ഡി സതീശന്റെ ബോഡി ലാംഗ്വേജും വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവരുടെ തൊണ്ട ഉൾപ്പെടെ ഇടറുന്ന സാഹചര്യം. രാഹുൽ മാങ്കൂട്ടം വന്ന് കോൺഗ്രസിനകത്തൊരു ബോംബിട്ടു, അതോടുകൂടി മുഖം നഷ്ടപ്പെട്ടു, എന്തൊക്കെ ചെയ്തിട്ടും അതിന് ശേഷം ആദ്യത്തെ തവണ ഈ കാടിളക്കി എന്തോ ഉണ്ടാക്കുന്നത് പോലെ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരുപാട് ആരോപണങ്ങൾ വന്നു, മറ്റുള്ള കാര്യങ്ങളെല്ലാം വന്നു. എല്ലാവരും രാഹുൽ മാങ്കൂട്ടത്തെ ആക്രമിച്ചു. അത് കോൺഗ്രസിൽ നിന്ന് പോലും രാഹുൽ മാങ്കൂട്ടത്തിന് സപ്പോർട്ട് കിട്ടിയില്ല. CPM-ൽ ആദ്യമായി അത്തരത്തിൽ ഒരു ആരോപണം വന്ന സമയത്ത് നിങ്ങളുടെ പാലക്കാട് എം പി VK ശ്രീകണ്ഠൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞെന്താണ്? രാഹുലിനെ സപ്പോർട്ട് ചെയ്തിട്ട് വന്നതല്ലേ പല കോണുകളിൽ നിന്നും. അല്ല, ആദ്യമേ കുത്തിയത് പ്രതിപക്ഷത്ത് നിന്ന് തന്നെ. അതായത് കോൺഗ്രസ്സുകാരാണ് രാഹുലിനെ ആദ്യമേ കുത്തിയത്. ആ പുറകിൽ നിന്ന് ഒരു കുത്ത് കിട്ടിയിട്ടാണ് ഇപ്പുറത്ത് CPM-കാർ കൃത്യമായിട്ട് അത് ഹാൻഡിൽ ചെയ്ത് അവർ മുന്നോട്ട് കൊണ്ടുപോയത്. അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒറ്റയ്ക്കായിരുന്നു. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ തവണ ശേഷം ആരും രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്ത് വന്നിട്ടില്ല. ഏതെങ്കിലും നേതാക്കന്മാർ സപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ പൊളിറ്റിക്കൽ വിഷയം മാറ്റി നിർത്തിയാൽ ഒരു യുവജന നേതാവ് ഏറെക്കാലം ചാനൽ ചർച്ചകളിലൂടെ വളർന്നു വന്ന് എല്ലാവർക്കും സുപരിചിതനായ അടുത്ത വീട്ടിലെ പയ്യൻ എന്നാണ് കോൺഗ്രസിലെ പല നേതാക്കളും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ടാഗ്ലൈനായിട്ട് ചാർത്തി കൊടുത്തിരുന്നത്. അദ്ദേഹത്തിന്റെ മൊറാലിറ്റിയെ ചോദ്യം ചെയ്യില്ലേ? അദ്ദേഹത്തിന്റെ മൊറാലിറ്റി ചോദ്യം ചെയ്യുന്ന കാര്യമല്ലേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇപ്പൊ ഈ വന്ന തെളിവുകളെല്ലാം ഇപ്പം എവിടെയാണ് തെളിവുള്ളത്? ഈ പുറത്തു വന്നതെല്ലാം തെളിവുകൾ തന്നെയല്ലേ? എവിടെയാണ് തെളിവ്? വാട്സപ്പ് ചാറ്റുകൾ, ടെലഗ്രാമിൽ അയച്ച മെസ്സേജുകൾ, കാല് പിടിക്കുന്ന മെസ്സേജുകൾ, ഞാൻ മരണപ്പെട്ടു പോകും എന്നെ, അല്ലെങ്കിൽ ഞാൻ നിന്നെ കൊല്ലാനാണെങ്കിൽ കുറച്ച് സമയത്തിനകം കൊല്ലാം. ആ വോയിസ് ക്ലിപ്പ് കേട്ട എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അതിൽ ആ പെൺകുട്ടി തന്നെ പറയുന്നുണ്ട്, ഈ ഗർഭം ഞാൻ ഒറ്റയ്ക്ക് നോക്കിക്കൊള്ളാം. അപ്പൊ അതിന് തന്ത വേണ്ട സമയത്താണ് പ്രണയിനിയും കൂടെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. കുറച്ച് കഴിയുമ്പോൾ അതിൽ കുട്ടി ഉണ്ടാകുമ്പോൾ ഒറ്റയ്ക്ക് ചുമക്കണമെന്ന് രാഹുൽ പറയുമോ? ഇല്ല. പൊതുമണ്ഡലത്തിൽ നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ പോയി മുഖം അവിടെ പൊളിഞ്ഞു വീണു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ തിരിച്ചുവരവ് കേരളത്തിലേക്ക് അസാധ്യമാണ്. അതിനുള്ള പണിപ്പുരയാണ്. തിരിച്ചുവരവ് അസാധ്യമാണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങൾ നോക്കൂ. ഇപ്പൊ അത് തന്നെയാണ് പറഞ്ഞു വരുന്നത്. ഉദ്ഘാടനങ്ങൾ നടത്തുന്ന ആരാണ്? കേവലം ലീഗുകാരും കോൺഗ്രസിന്റെ ചിലരും ചേർന്ന് രാഹുലിന് ഒരു റീ എൻട്രിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. റീ എൻട്രി കഴിഞ്ഞെന്നേ. അവസ്ഥയല്ലേ? പാളിപ്പോകുന്ന എവിടെ പാളിപ്പോയി? പല സ്ഥലങ്ങളിലും പ്രതിഷേധം കാരണം അടുക്കാൻ കഴിയാത്ത. കഴിഞ്ഞ ദിവസം NSSന്റെ കുടുംബ സംഗമത്തിൽ രാഹുൽ എവിടെ പങ്കെടുത്തത്? പത്തനംതിട്ടയിലെ പങ്കെടുത്തത്. പാലക്കാട് ജില്ലയിലെ 19 കല്യാണങ്ങൾ ഒഴിവാക്കിയെന്ന് രാഹുൽ മാങ്കൂട്ടം അവകാശം. കഴിഞ്ഞ ദിവസങ്ങളിൽ പാലക്കാട് പല പരിപാടികളും പങ്കെടുത്തിട്ടുണ്ടെന്നേ. പരിപാടികൾ പങ്കെടുക്കാതെ മാറി നിൽക്കുകയാണ് രാഹുൽ മാങ്കൂട്ടം. മാറി നിൽക്കുകയൊന്നുമല്ല, പല പരിപാടികളും. അതായത് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള PR വർക്കുകളുടെ ഭാഗമായിട്ടുള്ള പൊതുമണ്ഡലത്തിൽ സംരക്ഷണം കിട്ടുന്ന മേഖലയിലല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പൊതു സദസ്സിൽ പാലക്കാട് വന്നത് രാഹുലിന് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. ബസ് ഡിപ്പോയുടെ ഉദ്ഘാടനത്തിനല്ലാതെ മറ്റൊരു കേവലം ഒരു കാര്യം. അതെന്താണ്? ലീഗും അവിടുത്തെ യൂത്ത് കോൺഗ്രസ്സുകാരും. വേറൊരു കാര്യം രാഹുൽ മനസ്സിലാക്കണം, കോൺഗ്രസിൽ നിന്നും സസ്പെൻഡ് ചെയ്ത ഒരു വ്യക്തിയാണ് പാർട്ടി അച്ചടക്കം മറികടന്നുകൊണ്ട് അവിടുത്തെ കോൺഗ്രസ്സുകാർ താരാരാധന പോലെ കൊണ്ടു നടക്കുന്നത്. അവർക്ക് അത്ര സംരക്ഷണം തീർത്തുകൊണ്ടിരിക്കുന്നത്. അതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. ഇവിടെ നേതാക്കന്മാരല്ല, എത്രയോ നേതാക്കന്മാരുണ്ട്. എന്നിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെ എന്തുകൊണ്ട് ജനങ്ങൾ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ ജനങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ഏറ്റെടുക്കുന്നു എന്നൊരു ചോദ്യം. ഏത് ജനങ്ങളാണ് രാഹുലെ സ്നേഹിക്കുന്നത്? കുറെ കോൺഗ്രസ്സുകാരും അതേപോലെ തന്നെ ഇതിലെ വസ്തുത തിരിച്ചറിയാത്ത കുറെ ജനങ്ങളുമാണ് സ്നേഹിക്കുന്നത്. അല്ലാതെ ആരും വസ്തുത സ്വീകരിക്കാത്ത ജനങ്ങളൊന്നുമല്ല. താഴെ തട്ടിൽ ഒരുപാട് കോൺഗ്രസ്സുകാരോട് ഞാൻ സംസാരിച്ച കാര്യമാണ്. അപ്പൊ അവര് പറഞ്ഞാണ്, ഒരു ചെറുപ്പക്കാരനാണ്, ഒരു തെറ്റു പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാൻ കഴിയത്തില്ലെങ്കിൽ പിന്നെ എന്തിനാണ്, അല്ലെങ്കിൽ സംരക്ഷിക്കാൻ കഴിയത്തില്ലെങ്കിൽ പിന്നെ കേവലം ഒരു തെറ്റാണോ രാഹുൽ? അവിടെ എന്താണ് നിസ്സാരവൽക്കരിക്കുന്നത്? അവിടെ ഏതെങ്കിലും പെൺകുട്ടിയെ പീഡിപ്പിച്ചിട്ടുണ്ടോ? എത്രയോ പെൺകുട്ടികളുടെ കഥകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പുറത്തു വന്നു എന്ന് പറഞ്ഞാൽ ഒരേ സമയം ഞാൻ പറയട്ടെ, കോൺഗ്രസിനകത്ത് തന്നെ IAS ഓഫീസർമാര്, അതേപോലെ തന്നെ ചാനലിലെ കോർഡിനേറ്റർമാര്, മാധ്യമ പ്രവർത്തകര്, ഇതേപോലെ സംഘടനയ്ക്കകത്ത് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗമായി KSUവിന്റെ ഭാഗമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നേരിട്ടിട്ടുള്ളതെന്ന് പറയാൻ കഴിയുമോ രാഹുലിന്? എന്നിട്ട് എന്തുകൊണ്ട് പരാതികൾ പോകുന്നില്ല? പരാതികൾ വന്നിട്ടില്ല. എത്ര പരാതികളാണ് രാഹുൽ? AICCയുടെ കാര്യമല്ല, മുഖ്യമന്ത്രി, അതായത് ഇവിടുത്തെ പിണറായി വിജയൻ സഖാവ് മാധ്യമങ്ങളുടെ മുന്നിൽ നിന്ന് വന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങളെ സംരക്ഷിക്കാൻ ഇവിടെ CPM ഉണ്ട്, അല്ലെങ്കിൽ ഇവിടെ സർക്കാരുണ്ട്, നിങ്ങൾക്ക് പരാതിയുണ്ടോ? കൊണ്ടുവരിക, ഞങ്ങൾ ഏറ്റെടുക്കുക. അല്ലെങ്കിൽ ഇത് ആരും അറിയത്തില്ല, പുറത്ത് ആരും അറിയാത്ത രീതിയിൽ ഈ പരാതികൾ ഞങ്ങൾ നോക്കിക്കൊള്ളാം, ഞങ്ങൾ സഹായിക്കും, അല്ലെങ്കിൽ ഞങ്ങളെ അത് ഏറ്റെടുക്കും, നിങ്ങൾക്ക് എല്ലാവരും സഹായം നൽകുമെന്ന് പറഞ്ഞിട്ട് എല്ലാ കാലത്തും സ്ത്രീ സംരക്ഷണത്തിന്റെ ഭാഗമായി
നിന്നിട്ടുള്ളൂ. അത് ഇതിന് മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ വാക്കിന് ഒരു വിലയും മുഖ്യമന്ത്രിയുടെ വാക്കിന് വിലയുണ്ട്. മുഖ്യമന്ത്രി ആരും ഇതിന്റെ പിന്നിൽ വേറെ എന്തെങ്കിലും രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടോ സംശയിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, ഇവരെ പേടിപ്പിച്ച് നിർത്തിയൊക്കെയാണെങ്കിൽ രാഹുൽ ഒരു കാര്യം ആലോചിക്കണം. നമ്മളിവിടെ ഒരു ചർച്ച ചെയ്യുന്ന വനിതാ മാധ്യമ പ്രവർത്തക ഹർഷയ്ക്ക് ഇത്തരത്തിലൊരു വിഷയം ഉണ്ടാകുന്നു, അപ്പോൾ മാനസികമായ ബുദ്ധിമുട്ടുണ്ടാകുന്നു, നമ്മളിപ്പോൾ ഈ കാര്യം ചർച്ച ചെയ്യുന്നു. അതേപോലെ തന്നെ ഒരു പെൺകുട്ടിയുടെ പേര് ഏതെങ്കിലും തരത്തിൽ ഇവിടുത്തെ മാധ്യമങ്ങൾ പൊതുമണ്ഡലത്തിലേക്ക് വലിച്ചിഴക്കുകയാണെങ്കിൽ അത്തരം പേടികൾ ഉണ്ടാകുന്നത് കൊണ്ടായിരിക്കാം അവർ പുറത്തേക്ക് പേരുകൾ പോലും പുറത്തു പറയാത്ത രീതിയിൽ സംരക്ഷിച്ചുകൊണ്ട് പിണറായി സർക്കാർ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ പിണറായി വിജയൻ പറഞ്ഞിട്ട് എന്തുകൊണ്ട് ആ സ്ത്രീകൾ ഇതുവരെ ഒരു പരാതി പോലും ഉന്നയിക്കാത്തത്? ഉഭയസമ്മതത്തോടു കൂടി റിലേഷൻഷിപ്പിലായി അല്ലെങ്കിൽ സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ട രണ്ട് വ്യക്തികളാണ് രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിലും ഈ പറയുന്ന മാധ്യമ പ്രവർത്തകൻ അല്ലെങ്കിൽ അതുപോലെ പരാതിയുമായി വന്ന ബാക്കി എല്ലാ പെൺകുട്ടികളും. ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിയുമായി പോലീസിനെ സമീപിക്കുക എന്നുള്ള വ്യക്തമായ ബോധ്യം തന്നെ ആയിരിക്കും ഈ പെൺകുട്ടികളെ കൊണ്ട് പരാതി നൽകാൻ പ്രേരിപ്പിക്കാതിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു പരാതിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നത്. ഇത്തരത്തിൽ പറയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് മാത്രമാണ് തെറ്റ് എന്ന് പറയുന്നതിൽ എങ്ങനെയാണ് ന്യായം വരുന്നത്? കാരണം ഗർഭചിത്രം നടത്തുമ്പോൾ ആ പെൺകുട്ടിയോട് പറഞ്ഞിട്ട് പെൺകുട്ടിയാണ് മരുന്ന് കഴിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഗുളിക കഴിച്ചുകൊണ്ട് ഒരിക്കലും ഗർഭചിത്രം സാധ്യമാകില്ലല്ലോ. പിന്നെ ഏത് അർത്ഥത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് തെറ്റാണ്, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമാണ് ഈ ഒരു കാര്യത്തിൽ പ്രതിസ്ഥാനത്ത് വരുന്നത് എന്ന് പറയാൻ സാധിക്കുന്നത്? ഹർഷ ഒരു മാധ്യമ പ്രവർത്തകയാണ്. അതെ, ഹർഷയ്ക്ക് ഒരു പ്രണയമുണ്ട്. ഇപ്പോൾ ഹർഷയെ പോലെ എത്രയും സ്റ്റെബേണായിട്ട് അല്ലെങ്കിൽ വിശാലമായ കാഴ്ചപ്പാടോടുകൂടി എല്ലാത്തിനെയും നേരിടാൻ കഴിയുന്ന ഒരു വ്യക്തി ആയിരുന്നില്ലെങ്കിലും ഇപ്പൊ പുറത്തു വന്ന മാധ്യമ പ്രവർത്തക എന്ന് പറയുമ്പോൾ അവരുടെ ബോൾഡ്നെസ് ആലോചിച്ച് നോക്കും. അത് മാത്രമല്ല, സർക്കാർ അത്രയും സപ്പോർട്ട് കൊടുത്തു. അതുകൂടാതെ പോലീസുകാര് നിരന്തരം അവരുടെ വീട്ടിൽ ചെന്നിട്ട് പരാതിയുണ്ടോ അതാണ് രാഹുൽ എന്ന് ചോദിച്ചു അതാണ് പറയുന്നത്. ഈ പ്രണയിച്ച് കീഴ്പ്പെടുത്തിയിട്ട് അതിനെ മുതലെടുക്കുകയല്ല രാഹുൽ ചെയ്തത്. ഞാൻ ആ മൊറാലിറ്റിയെ പറ്റിയാണ് ഇപ്പോഴും ചോദ്യം ചെയ്യുന്നത്. ആ പെൺകുട്ടിക്ക് പുറത്തേക്ക് വന്നാൽ അവർ കേൾക്കുന്ന, ഇപ്പൊ നമ്മുടെ മുന്നിൽ തന്നെ എത്രയോ പീഡന കേസുകളിൽ അല്ലെങ്കിൽ മീറ്റു ആരോപണങ്ങളിൽ ഹേമ കമ്മിറ്റി പെൺകുട്ടി പുറത്തു വന്ന പരാതി പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം അന്നേ തീർന്നേനെ, രാഹുൽ മാങ്കൂട്ടത്തിലും തീർന്നേനെ.